എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനൊരു ഹാപ്പി ന്യൂസ് നിങ്ങളടുത്ത് പറയുക. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്ത അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ചാനലിനാണെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കേട്ടോ. അന്നേരം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇപ്പം എന്താണ്ട് ഞാൻ അന്നുണ്ടെങ്കിൽ അയ്യൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. ഈ മഴ സമയത്താകുമ്പോഴത്തേനും നമുക്ക് ഈ ചക്കയും മാങ്ങയുടെയൊക്കെ സീസണാണല്ലോ. അന്നേരം അത് നമ്മൾ നിർമ്മിച്ച് സ്വാഭാവികമായിട്ടും അയ്യത്തോട്ടായിരിക്കും വലിച്ചെറിയുന്നത്. അന്നേരം അതെല്ലാം അവിടെ കിടന്ന് കിളിച്ച് ഒരുപാട് തൈകൾ അങ്ങനെ ഇതായിട്ട് നിൽക്കുന്നു. അന്നേരം ഞാൻ അതൊക്കെ അങ്ങ് പിഴുത് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അയ്യത്ത് നിന്ന് കിളിക്കാനുള്ള സൗകര്യക്കുറവുണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ ഇഷ്ടംപോലെ പ്ലാവൊക്കെ ഈ അയ്യത്ത് നിൽപ്പുണ്ടായിരുന്നു. അന്നേരം അതെല്ലാം നമ്മൾ ഒരുമാതിരി വലുതായതിന് ശേഷം നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളവരുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളത് മുറിച്ച് കളഞ്ഞത്. അതുകൊണ്ട് ഒത്തിരി വലുതാവുന്നിടം വരെ നിർത്തിയേക്കാതെ കയ്യോടെ അങ്ങ് പിഴുത് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ചേമ്പിനും ചേനയ്ക്കും വാഴയ്ക്കും ഒക്കെ ഇച്ചിരി ഒന്ന് മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുത്ത് രാവിലെ ഒത്തിരി മഴയോ വെയിലോ ഒന്നും ആവുന്നതിന് മുമ്പേ എല്ലാം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. മഴയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയ്യത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, എൻ്റെ ഈ തെങ്ങ് കണ്ടോ? എൻ്റെ ഈ തെങ്ങ് കണ്ട് എൻ്റെ ഷേപ്പ് കണ്ടോ? നേരെ നട്ടൊരു തെങ്ങായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വളഞ്ഞാണ് വിളിക്കുന്നത്. ഇത് കണ്ടോ, ഒരു ടിഷ്യൂ വാഴയാണേ, ഏത്ത വാഴയാണ്. നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയൊരു വാഴയാണ്. അതിനുമൊക്കെ ഇച്ചിരി മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുത്ത് അവിടെ ഒരു കപ്പ നിൽപ്പുണ്ടായിരുന്നു. ഈ ചൂടൽ കാരണം നമുക്കൊന്നും മുകളിലോട്ട് വലുതായിട്ട് കയറി പോകത്തില്ലേ. അന്നേരം അതുമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എല്ലാം ഒന്ന് ഒതുക്കി എല്ലാം വൃത്തിയാക്കി കേട്ടോ. വാഴക്കൈയൊക്കെ ഏത്തയുടെ വാഴക്കൈ വെട്ടരുതെന്ന് എനിക്കറിയാം, പക്ഷേ വെട്ടാതിരിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് വെട്ടിക്കളഞ്ഞ. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചൂടലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാരണം ചവിട്ടി നിൽക്കുന്ന സാധനങ്ങളൊന്നും കിളിക്കുന്നില്ല. അതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് പിച്ചി